നവംബർ 7 നടക്കുന്ന UP സ്കൂൾ അധ്യാപക നിയമനത്തിനായുള്ള പരീക്ഷ എഴുതുന്ന മത്സരാർത്ഥികളെ, മറ്റു പ്രിയപ്പെട്ടവർ, കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക സംഘടനയായ KST നിങ്ങളെപ്പോലെയുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ക്ലാസും നാളെ ഒരു മാതൃകാ പരീക്ഷയും നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ അധ്യാപകരുടെ സേവന വേതന കാര്യങ്ങളോടൊപ്പം അക്കാദമിക് രംഗത്തും സജീവമായി പങ്കെടുക്കുന്ന ഇടപെടുന്ന ഒരു സംഘടനയാണ് KST. ഇടതുപക്ഷ ഗവൺമെന്റ് വന്നതിന് ശേഷം വലിയ തോതിലാണ് അധ്യാപക നിയമനങ്ങൾ നടക്കുന്നത് എന്നത് ഈ പരീക്ഷ എഴുതുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായ കാര്യമാണ്. കഴിഞ്ഞ 4 വർഷം കൊണ്ട് പൊതുവിദ്യാലയത്തിൽ 5 ലക്ഷത്തിലധികം കുട്ടികൾ വർദ്ധിക്കുകയും അതുവഴി പുതിയ അധ്യാപക തസ്തികകൾ വരികയും ചെയ്യുന്നത് നിങ്ങളെപ്പോലെയുള്ളവരെ സന്തോഷം നൽകുന്ന കാര്യമാണ് എന്ന് പ്രത്യേകം പറയേണ്ടത്. നിങ്ങളെ സഹായിക്കാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് KSTയുടെ മലപ്പുറം ജില്ലാ ട്രഷററായിട്ടുള്ള സഖാവ് രത്നാകരൻ മാഷാണ്. അദ്ദേഹം ഈ രംഗത്ത് പരിചയസമ്പന്നനും വിദഗ്ധനുമാണ്. അദ്ദേഹത്തിന്റെ ക്ലാസ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരീക്ഷയിൽ നിങ്ങളെല്ലാവരും നല്ല മാർക്ക് വാങ്ങി വിജയിക്കട്ടെ എന്ന് KSTയുടെ പേരിൽ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ പുരോഗമന അധ്യാപക പ്രസ്ഥാനമായ KSTയെ ഈ നവംബർ 7 നടക്കുന്ന UPST പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ചർച്ചാ ക്ലാസ്സാണ് ഇവിടെ നടക്കുന്നത്. 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് പരീക്ഷയുടെ ചോദ്യങ്ങളാണ് ഈ മത്സര പരീക്ഷയിൽ ഉണ്ടാവുക. ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതാൻ വലിയ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഭാഗങ്ങൾ ഒരു റിവിഷനായി, ഒരു ബ്രഷപ്പായി ഈ സെഷനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത്. അറിയുന്നത് ആദ്യം, അല്പം ആലോചിക്കേണ്ടത് അതിനുശേഷം, നന്നായി ആലോചിക്കേണ്ടത് അവസാനം എന്ന ക്രമത്തിലായിരിക്കണം നിങ്ങൾ ഈ പരീക്ഷയെ സമീപിക്കേണ്ടത്. ഈ പരീക്ഷയ്ക്ക് പ്രധാനമായും 6 വിഷയ മേഖലകളിലൂന്നിയ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നാമത്തെ മേഖല വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധന ശാസ്ത്രവും എന്നതാണ്. സിലബസ് പ്രകാരം 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് ഉണ്ടാവുക. എന്നാൽ മുൻകാല ചോദ്യപേപ്പറുകൾ വിശകലനം ചെയ്യുമ്പോൾ അത് 20 മുതൽ 30 വരെ ഉള്ള ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് പല പരീക്ഷകൾക്കും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മേഖല സാമാന്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ മേഖലയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. മൂന്നാമത്തെ വിഷയമേഖല സാമൂഹ്യ ശാസ്ത്രമാണ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നാലാമത്തെ മേഖല പൊതുവിജ്ഞാന മേഖലയാണ്. ആനുകാലിക സംഭവങ്ങളുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ ഈ മേഖലയിൽ നിന്ന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ മേഖല ഇംഗ്ലീഷാണ്. UPST ഉദ്യോഗാർത്ഥികളുടെ ഇംഗ്ലീഷിലുള്ള അറിവ് പരിശോധിക്കുക എന്നതാണ് ഈ മേഖലയിലെ ചോദ്യങ്ങളിൽ സാധാരണ കാണാറുള്ളത്. ആറാമത്തെ മേഖല ലഘു ഗണിതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്.
10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതിൽ ഉണ്ടാവുക. ഇങ്ങനെ 100 മാർക്കിന്റെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾക്ക് പൊതുവായി എടുക്കുന്ന മാനദണ്ഡം ഒന്നാമത്തെ വിഷയമേഖലയായ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും അതുപോലെ തന്നെ പൊതുവിജ്ഞാനവും ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ മേഖലകളിലെയും ചോദ്യം തയ്യാറാക്കുന്നതിന് 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള SCERT പാഠപുസ്തകങ്ങളിലെ വിഷയ മേഖലകളും പഠന വസ്തുതകളും പഠന നേട്ടങ്ങളുമാണ് പരിഗണിക്കാറുള്ളത്. ഒപ്പം ആനുകാലിക സംഭവ വികാസങ്ങളും ചോദ്യപേപ്പറിൽ കടന്നുവരാം. നിങ്ങൾക്ക് അറിയാവുന്ന മേഖലകളിൽ നിങ്ങളെ മനഃപൂർവ്വം ചതിക്കുഴിയിലേക്ക് തള്ളിവിടുക എന്നതാണ് ഒരു ചോദ്യകർത്താവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യം. നിങ്ങളുടെ അറിവ് പരിശോധിക്കുന്നതിനപ്പുറത്തേക്ക് ഈ മേഖലയിൽ നിങ്ങളുടെ അബദ്ധത്തിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പിറ്റ്ഫാളിലേക്ക് നിങ്ങളെ തള്ളിവിടുക എന്നതാണ് ഒരു ചോദ്യകർത്താവിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഈ 6 മേഖലകളെയും ഇന്നത്തെ ക്ലാസ്സിൽ സമീപിക്കുക സാധ്യമല്ല. അതുകൊണ്ട് ആദ്യത്തെ വിഷയ മേഖലയായ വിദ്യാഭ്യാസ മനഃശാസ്ത്രവും ബോധനശാസ്ത്രവും ഊന്നിക്കൊണ്ട് പറയാനാണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില മേഖലകളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. സംവാദ രീതിയുടെ പിതാവായി അറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകനായ സോക്രട്ടീസ് പറഞ്ഞതുപോലെ വിദ്യാഭ്യാസം എന്നത് കേവലമായ ഒരു പാത്രം നിറയ്ക്കലല്ല, മറിച്ച് ഒരു ജ്വാല തെളിയിക്കലാണ് എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗത്തേക്ക് പ്രവേശിക്കാം. പ്രസിദ്ധ ജർമ്മൻ തത്വചിന്തകനായ ഇമ്മാനുവൽ കാന്ത് പറഞ്ഞതുപോലെ പെർസെപ്ഷൻ വിത്തൌട്ട് കൺസെപ്ഷൻ ഈസ് ബ്ലൈൻഡ്, കൺസെപ്ഷൻ വിത്തൌട്ട് പെർസെപ്ഷൻ ഈസ് എംപ്റ്റി. അതായത് സൈദ്ധാന്തിക ജ്ഞാനമില്ലാത്ത പ്രയോഗവും പ്രയോഗത്തിലൂടെ സാധൂകരിക്കാൻ കഴിയാത്ത സൈദ്ധാന്തിക ധാരണകളും പ്രയോജനരഹിതമാണ് എന്നാണ് ഇമ്മാനുവൽ കാന്ത് പറഞ്ഞു വെക്കുന്നത്. ഒരു നല്ല മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാകാൻ രോഗികളെ പരിശോധിച്ച് നല്ല പരിചയം വേണം. അങ്ങനെ പ്രായോഗിക പരിജ്ഞാനവും അതോടൊപ്പം സൈദ്ധാന്തികമായ ധാരണയും ഉള്ള ഒരാൾക്ക് മാത്രമേ നല്ല ഒരു അധ്യാപകനാകാൻ കഴിയൂ എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ലോകത്ത് വിശ്വോത്തരമായ ഒരുപാട് വിദ്യാലയ സമ്പ്രദായങ്ങൾ വളർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യമേഖലകൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഒന്ന് പരിചയപ്പെടാം. പെസ്റ്റലോസി എന്ന് പറയുന്ന വിദ്യാഭ്യാസ ചിന്തകനാണ് ബോർഡിംഗ് സ്കൂൾ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. ഫ്രോബൽ, നിങ്ങൾക്ക് പരിചിതനായ ഫ്രോബൽ കിൻഡർ ഗാർട്ടൻ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ജോൺ ഡ്യൂയി എന്ന് പറയുന്ന ചിന്തകൻ ലബോറട്ടറി സ്കൂൾ എന്ന് പറയുന്ന പുതിയ ഒരു ആശയം വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. മറിയ മോണ്ടിസോറി ചിൽഡ്രൻസ് ഹൌസ് എന്ന് പറയുന്ന ആശയവും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ടോൾസ്റ്റോയി ഫാം എന്ന് പറയുന്ന ആശയവും ഇന്ത്യ കണ്ട എക്കാലത്തെയും ബുദ്ധിജീവിയായ രവീന്ദ്രനാഥ ടാഗോർ ശാന്തി നികേതൻ എന്ന് പറയുന്ന പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇംഗ്ലീഷുകാരനായ A.S. നെയിൽ സമ്മർ ഹിൽ സ്കൂൾ എന്ന് പറയുന്ന വിദ്യാലയ രീതിയെക്കുറിച്ചും പ്രതിപാദിച്ചവരാണ്. ഇത്തരത്തിലുള്ള ലോകോത്തര വിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം,
ഈ മേഖലയെ നമ്മൾ സമീപിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലെത്തുന്നത് ഒരുപാട് പഠന സിദ്ധാന്തങ്ങളാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ പല സിദ്ധാന്തങ്ങളും പഴഞ്ചനായിട്ട് അറിയപ്പെടുന്നതാണ്. ആ പഴഞ്ചൻ സിദ്ധാന്തങ്ങളെ പരിഷ്കരിച്ചുകൊണ്ട് മൂർച്ച കൂട്ടിക്കൊണ്ട് പുതിയ അത്യാധുനികമായ സിദ്ധാന്തങ്ങൾ ഇന്ന് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മളെല്ലാവരും പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഴയത് പഠിച്ചു വേണം പുതിയതിലേക്ക് പ്രവേശിക്കാൻ എന്നുള്ളത് കൊണ്ട് പഴയ ചില സിദ്ധാന്തങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താം. അതിലൊന്നാണ് വ്യവഹാരവാദം. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവായി പൊതുവെ അറിയപ്പെടുന്നത് ജെ.ബി. വാട്സൺ ആണ്. ജെ.ബി. വാട്സൺ തുടങ്ങിവെച്ച വ്യവഹാരവാദം പിന്നീട് പാവ്ലോവ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പാവ്ലോവിന്റെ അനുബന്ധ സിദ്ധാന്തം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പാവ്ലോവ് റഷ്യക്കാരനായ വിദ്യാഭ്യാസ ചിന്തകനാണ്. വളർത്തുപട്ടികളിലാണ് അദ്ദേഹം തന്റെ പരീക്ഷണങ്ങൾ നടത്തിയത്. അദ്ദേഹമാണ് പരുവപ്പെടാത്ത ചോദനം, അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്, കണ്ടീഷൻഡ് സ്റ്റിമുലസ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ്, കണ്ടീഷൻഡ് റെസ്പോൺസ്, ന്യൂട്രൽ റെസ്പോൺസ് തുടങ്ങിയ ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരുന്നത്. പാവ്ലോവിനെ തുടർന്ന് വരുന്ന തോണ്ടൈക്ക് തന്റെ വളരെ പ്രസിദ്ധമായ ഒരു സിദ്ധാന്തമായ ശ്രമ പരാജയ സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുകയാണ്. ആ സിദ്ധാന്തം അദ്ദേഹം പരീക്ഷിച്ച് കണ്ടെത്തിയത് പൂച്ചകളിലൂടെയാണ്. പൂച്ചകളിൽ പരീക്ഷണം നടത്തിയാണ്. ലോ ഓഫ് എഫക്റ്റ് ഫലനിയമം, ലോ ഓഫ് എക്സർസൈസ് അഭ്യാസ നിയമം, ലോ ഓഫ് റെഡിനസ് സന്നദ്ധ നിയമങ്ങൾ, ഇതെല്ലാം ഈ തോണ്ടൈക്കുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിദ്യാഭ്യാസ ചിന്തകളാണ്. ഇതേ ഗണത്തിൽപ്പെടുന്ന മറ്റൊരു വിദ്യാഭ്യാസ ചിന്തകനാണ് ബി.എഫ്. സ്കിന്നർ. സ്കിന്നർ എലികളിലാണ് തന്റെ പരീക്ഷണം നടത്തിയത്. അതോടൊപ്പം പ്രാവിലും അദ്ദേഹം പരീക്ഷണം നടത്തുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തം പ്രക്രിയാനുബന്ധ സിദ്ധാന്തം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ അദ്ദേഹം ഈ സിദ്ധാന്തത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ച് സൂചിപ്പിക്കാനാണ്. മറ്റൊരു മേഖല വൈജ്ഞാനിക വ്യവഹാരവാദത്തിന്റെ മേഖലയാണ്. ആ മേഖലയിൽ സ്ഥാപകനായി അറിയപ്പെടുന്നത് മാർക്സ് വെത്തീമറാണ്. മാർക്സ് വെത്തീമർ മുന്നോട്ട് വെച്ച ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന്റെ ആശയങ്ങൾ പ്രചാരത്തിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ചിന്തകന്മാരാണ് അന്തർദൃഷ്ടി സിദ്ധാന്തത്തിന്റെ വക്താവായ കോഹ്ലർ, അടയാള സിദ്ധാന്തത്തിന്റെ വക്താവായ ടോൾമാൻ, പ്രബലന സിദ്ധാന്തത്തിന്റെ വക്താവായ ഹാൾ, ക്ഷേത്ര സിദ്ധാന്തത്തിന്റെ വക്താവായ കർട്ട് ലെവിൻ എന്നിവർ. ഇവരിൽ നിന്നാണ് ഇന്ന് ലോകം അംഗീകരിക്കുന്ന പുരോഗമനപരമായ വിദ്യാഭ്യാസ ചിന്തകളുടെ തുടക്കം. ഞാൻ ഈ സെഷനിൽ കൂടുതലും ഊന്നാൻ ആഗ്രഹിക്കുന്ന മേഖല പുരോഗമന വിദ്യാഭ്യാസ ചിന്തകളെ കുറിച്ചാണ്. അതിൽ അഗ്രഗണനീയൻ എന്ന് അറിയപ്പെടുന്നത് ജാൻ ആമോസ് കൊമേനിയസ് ആണ്. കൊമേനിയസ് എന്ന് പറയുന്ന മൊറേവിയക്കാരനായ വിദ്യാഭ്യാസ ചിന്തകനെയാണ് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. കൊമേനിയസിന്റെ പേരിലാണ് യുനെസ്കോ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയായ യുനെസ്കോ, വിദ്യാഭ്യാസ രംഗത്ത് അന്തർദേശീയ പുരസ്കാരം നൽകി വരുന്നത് കൊമേനിയസിന്റെ പേരിലാണ്. കൊമേനിയസ് എഴുതിയ ഒരുപാട് കൃതികളുണ്ട്. ആ കൃതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദ ഗ്രേറ്റ് ഡൈഡാക്റ്റിക് എന്ന് പറയുന്ന പുസ്തകമാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ദ ഗ്രേറ്റ് ഡൈഡാക്റ്റിക്സ്. അതുപോലെ അദ്ദേഹം എഴുതിയ മറ്റൊരു പ്രധാന പുസ്തകം ദ ഗേറ്റ് ഓഫ് ടങ്സ്
അൺലോക്ക്ഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. അദ്ദേഹം വലിയ സംഭാവനകളാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്കായി നൽകിയത്. ലോകത്താദ്യമായി കുട്ടികൾക്കായി തയ്യാറാക്കിയ സചിത്ര പുസ്തകം ഇദ്ദേഹത്തിൻ്റെതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂമ്പാറ്റയെ പോലെ, നമ്മുടെ ബാലരമയെ പോലെ, നമ്മുടെ മുത്തശ്ശിയെ പോലെ കുട്ടികൾക്ക് വേണ്ടി തത്തമ്മയെ പോലെ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ലോകത്തിലെ ആദ്യത്തെ സചിത്ര പുസ്തകമാണ് കൊമീനിയസിന്റെ ദ വിസിബിൾ വേൾഡ് ഓഫ് പിക്ചേഴ്സ് എന്ന് പറയുന്ന പുസ്തകം. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസിദ്ധമായ പുസ്തകമാണ് പ്രിഫേസ് ടു ദ ടീച്ചർ, അധ്യാപകർക്കൊരാമുഖം. അതുപോലെ ഇൻട്രൊഡക്ഷൻ ടു ഫിലോസഫി തുടങ്ങിയ പുസ്തകങ്ങൾ കൊമേനിയസിന്റെ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്ന പുസ്തകങ്ങളാണ്. അദ്ദേഹം ദ ഗ്രേറ്റ് ഡൈഡാക്റ്റിക്കിൽ പറയുന്ന ഒരു വാചകം അധ്യാപക വിദ്യാർത്ഥികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറയുന്നു, വിവിധ ഗ്രന്ഥകർത്താക്കളിൽ നിന്നും സ്വരുക്കൂട്ടിയ പദങ്ങളുടെയും ആശയങ്ങളുടെയും ശേഖരം കുട്ടികളുടെ തലയിൽ കുത്തി നിറയ്ക്കലല്ല വിദ്യാഭ്യാസം, മറിച്ച് അവരുടെ അറിയാനുള്ള കഴിവിനെ പുറത്തേക്ക് തുറന്നു വെക്കലാണ് വിദ്യാഭ്യാസം എന്നാണ് കൊമേനിയസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു ചെടിയിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുന്നത് പോലെ സ്വാഭാവികമായി വളർന്നു വരേണ്ടതാണ് ഓരോ കുട്ടിയിലുമുള്ള കഴിവുകൾ എന്നാണ് കൊമേനിയസ് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിദ്യാഭ്യാസ ചിന്തകൾ മുന്നോട്ട് വെച്ചതുകൊണ്ട് കൊമേനിയസിനെ ടീച്ചർ ഓഫ് നേഷൻസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു, വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ എന്ന് പറയുന്ന സിദ്ധാന്തം മുന്നോട്ട് വെച്ച, എന്ന ആശയം മുന്നോട്ട് വെച്ച വക്താവാണ് അദ്ദേഹം. വാക്കുകൾക്ക് മുമ്പ് വസ്തുക്കൾ എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച ചിന്താഗതിക്കാരനാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങൾ, ഒംനിക്ക ഗ്രഡാറ്റി, ഓട്ടോപ്സി, ഓട്ടോപ്രാക്സി, നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയായതുകൊണ്ട് ഞാനൊരു വിശദമായ ഇതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന് പുരോഗമനപരമായ കാഴ്ചപ്പാട്, എല്ലാവരെയും എല്ലാം പഠിപ്പിക്കുക എന്ന പാൻസോഫി എന്ന് പറയുന്ന ആശയം അടക്കം മുന്നോട്ട് വെച്ച ചിന്തകന് പുരോഗമന വിദ്യാഭ്യാസ ചിന്തകന്മാർക്കിടയിൽ വലിയ സ്ഥാനമാണുള്ളത്. മറ്റൊരു പ്രധാനി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന റൂസോ ആണ്. റൂസോ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. സോഷ്യൽ കോൺട്രാക്ട് ഉൾപ്പെടെയുള്ള, കൺഫഷൻസ് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങൾ എഴുതിയ ചിന്തകൻ വിദ്യാഭ്യാസ മേഖലയുമായി എഴുതിയ പുസ്തകമാണ് എമിലി എന്ന് പറയുന്ന പുസ്തകം. 1762 റൂസോ ഈ പുസ്തകം രചിക്കുന്നത്. ആ പുസ്തകത്തിൽ എമിലിയുടെ വിവിധ വിദ്യാഭ്യാസ ഘട്ടങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, എന്റെ എമിലിക്ക് ഞാൻ വായിക്കാൻ കൊടുക്കുന്ന പുസ്തകം റോബിൻസൺ ക്രൂസോ ആയിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന പുസ്തകം നമ്മളൊക്കെ വായിച്ചതാണ്, പഠിച്ചതാണ്. ഒരൊറ്റപ്പെട്ട ദ്വീപിൽ വർഷങ്ങളോളം കഴിയേണ്ടി വന്ന റോബിൻസൺ ക്രൂസോയുടെ കഥ വിവരിക്കുന്ന പുസ്തകമാണ്. ഡാനിയൽ ഡീഫോ എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ ചരിത്രം മുറ്റി നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ റോബിൻസൺ ക്രൂസോ എന്ന് പറഞ്ഞാൽ. പ്രകൃതിയോട് മല്ലടിച്ചുകൊണ്ട് മനുഷ്യൻ പഠിച്ചെടുക്കുന്ന വിവിധ അറിവുകൾ പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റോബിൻസൺ ക്രൂസോ. അപ്പൊ എമിലി ആദ്യം വായിക്കേണ്ട പുസ്തകം റോബിൻസൺ ക്രൂസോ ആണ് എന്ന് പറയുക വഴി പ്രകൃതിയുമായി ബന്ധിപ്പിക്കണം കുട്ടികളെ എന്നുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. മനുഷ്യൻ ജന്മനാൽ നല്ലവൻ എന്ന് പറയുന്ന ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ മൈക്കൽ സ്റ്റുവർട്ട് എന്ന് പറയുന്ന ചിന്തകൻ റൂസോയെ വിശേഷിപ്പിക്കപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലെ കോപ്പർനിക്കസ് എന്നാണ്. ഈ ചോദ്യം പല മത്സര പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്.
വിദ്യാഭ്യാസ മേഖലയിലെ കോപ്പർനിക്കസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിന്തകൻ റൂസോ എന്നുള്ള ചോദ്യം പരീക്ഷയ്ക്കുണ്ടാകാറുണ്ട്. മറ്റൊന്ന്, ഒരു തരത്തിലുള്ള നെഗറ്റീവ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ആശയമാണ് റൂസോ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ആശയത്തിലൂടെ അദ്ദേഹം പറയുന്നു, പുസ്തകങ്ങൾ കത്തിച്ചു കളയുക, വിദ്യാലയത്തിന്റെ ഭിത്തികൾ പൊളിക്കുക, ശിശുവിനെ പ്രകൃതിയുടെ മടിയിലേക്ക് ഇട്ടുകൊടുക്കുക, കുട്ടി പ്രകൃതിയിലൂടെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ള മഹനീയമായ സങ്കല്പം ഒരക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത റൂസോ മുന്നോട്ട് വെക്കുകയാണ്. ഔപചാരിക വിദ്യാഭ്യാസം പോലും നേടാത്ത ഒരു ചിന്തകനായിട്ടാണ് റൂസോയെ അറിയപ്പെടുന്നത്. റൂസോയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റൊരു പുരോഗമന ചിന്തകനാണ് പെസ്റ്റലോസി. സ്വിറ്റ്സർലൻഡിൽക്കാരനായ വിദ്യാഭ്യാസ ചിന്തകനായ പെസ്റ്റലോസിയെ ബോധന ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇദ്ദേഹം വിദ്യാഭ്യാസത്തിൽ 3H ഫോർമുല മുന്നോട്ട് വെക്കുകയുണ്ടായി. ഹേർട്ട് ഹൃദയം, ഹെഡ് മസ്തിഷ്കം, ഹാൻഡ് കൈ, ഈ 3 ഭാഗങ്ങളുടെയും സംയോജനത്തിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് എന്ന കാഴ്ചപ്പാടാണ് പെസ്റ്റലോസി മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം വ്യത്യസ്തമായ ചില കാഴ്ചപ്പാടുകൾ കൂടി മുന്നോട്ട് വയ്ക്കുന്നു. ശബ്ദത്തിലൂടെ അനുഭവം ആവിഷ്കരിക്കുക, അനുഭവത്തിലൂടെ പ്രതിബിംബങ്ങൾ രൂപീകരിക്കുക, പ്രതിബിംബത്തിലൂടെ ആശയ രൂപീകരണം നടത്തുക തുടങ്ങിയ വലിയ വിദ്യാഭ്യാസ ചിന്തകൾ മുന്നോട്ട് വെച്ച വിഖ്യാതനായ ചിന്തകനാണ് പെസ്റ്റലോസി. പെസ്റ്റലോസിയിൽ നിന്നും അഗസ്റ്റസ് ഫ്രോബലിലേക്ക് നാം പോവുകയാണ്. ജർമ്മനിക്കാരനായ ഫ്രോബലാണ് കളിരീതിയുടെ വക്താവായിട്ട് പറയപ്പെടുന്നത്. കുട്ടികളെ കളിയിലൂടെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ആശയത്തെയാണ് ഗിഫ്റ്റ് ആൻഡ് ഒക്കുപേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് കളിക്കോപ്പുകളും പ്രവർത്തനങ്ങളും, കളിക്കോപ്പുകളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ അവന് ഹൃദിസ്ഥമാകും എന്ന ഒരു കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. മറ്റൊരു പ്രധാനി യാനസ് കൊർസാക്കാണ്. യാനസ് കൊർസാക്ക് പോളണ്ടുകാരനായ വിദ്യാഭ്യാസ ചിന്താഗതിക്കാരനാണ്. കുട്ടികളുടെ സ്വയംഭരണത്തെ സംബന്ധിച്ച്, ഓർഫൻ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് ഉള്ള കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച വിദ്യാഭ്യാസ ചിന്തകനാണ് യാനസ് കൊർസാക്ക്. യാനസ് കൊർസാക്കിന് ശേഷം നമ്മൾ പ്രവേശിക്കുന്നത് നഡാഷ ക്രൂപ്സ്കായ എന്ന് പറയുന്ന വിദ്യാഭ്യാസ ചിന്തകയിലേക്കാണ്. അവർ വലിയ സംഭാവനകളാണ് റഷ്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ആരംഭിക്കുകയും അത് പിന്നീട് ലോകമാകെ അംഗീകരിക്കുകയും ചെയ്തത്. സാക്ഷരതാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന പേരിലാണ് ക്രൂപ്സ്കായ അറിയപ്പെടുന്നത്. യുനെസ്കോ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട അവാർഡ്, സാക്ഷരതാ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള അവാർഡ് യുനെസ്കോ നൽകുന്നത് ഈ നദാഷ ക്രൂപ്സ്കായയുടെ പേരിലാണ് എന്നത് അവരുടെ മഹത്വം വിളിച്ചോതുന്നതാണ്. മാത്രവുമല്ല, നമ്മുടെ കേരള ഗ്രന്ഥശാല സംഘത്തിന് 1975 സാക്ഷരതാ രംഗത്ത് പ്രവർത്തിച്ചതിന്റെ ഭാഗമായി ഈ ക്രൂപ്സ്കായയുടെ പേരിലുള്ള അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ ഓരോരുത്തരും ഓർത്തിരിക്കേണ്ടതാണ്. വിദ്യാഭ്യാസ ചിന്തകന്മാരിൽ പരാമർശിക്കപ്പെടാതെ പോകാൻ കഴിയാത്ത ഒരു പേരാണ് ജോൺ ഡ്യൂയി എന്ന് പറയുന്ന അമേരിക്കൻ ചിന്തകൻ. ഇദ്ദേഹമാണ് ജീവിത കേന്ദ്രീകൃത വിദ്യാഭ്യാസ രീതിയുടെ വക്താവ്. ലൈഫ് സെന്റേഡ് എഡ്യൂക്കേഷൻ എന്ന ആശയം
വിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ്. ഒരുപാട് പുസ്തകങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതുകയുണ്ടായി. അതിൽ എടുത്തു പറയേണ്ട, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2-3 പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ സൂചിപ്പിക്കാം. ഒന്ന്, ഡെമോക്രസി ആൻഡ് എഡ്യൂക്കേഷൻ. നമ്പർ 2, മൈ പെഡഗോജിക് ക്രീഡ്. നമ്പർ 3, ദ ചൈൽഡ് ആൻഡ് കരിക്കുലം. ഒരുപാട് പുസ്തകങ്ങൾ ഇനിയുമുണ്ട്. പക്ഷെ നമുക്ക് സാധ്യതയുള്ള ചില പുസ്തകങ്ങളുടെ പേരുകൾ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. മൈ പെഡഗോജിക് ക്രീഡ്. ഇതിലൂടെ അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അനുഭവങ്ങളുടെ പുനർനിർമ്മാണമാണ് എന്നാണ്. വിദ്യാഭ്യാസത്തിൽ ഒരു പ്രായോഗിക വാദം നടപ്പിലാക്കിയ ചിന്തകനാണ് ഡ്യൂയി. ഡ്യൂയിയിൽ നിന്നും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയിലേക്ക് നാം എത്തുകയാണ്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രപിതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ധീരനായ നേതാവും മാത്രമല്ല, വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ നൽകിയ ഒരു വിദഗ്ധൻ കൂടിയാണ്. ഗാന്ധിജി തന്നെ ഒരിക്കൽ ഹരിജനിൽ എഴുതുകയുണ്ടായി, ഞാൻ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സംഭാവനകളിൽ ഏറ്റവും മികച്ചതായി ഞാൻ ഇഷ്ടപ്പെടുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഞാൻ ഉയർത്തിവിട്ട ചിന്തകളാണ് എന്നുള്ളത്. വാർധ വിദ്യാഭ്യാസ പദ്ധതി അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ്. പല പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. നൈ താലീം പോലുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1937 ഇതിന്റെ ആരംഭം. വാർധയിൽ വെച്ചാണ് ഈ സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിലെ അധ്യക്ഷൻ ഡോക്ടർ സക്കീർ ഹുസൈൻ ആയിരുന്നു. ഈ വാർധ പദ്ധതിയുടെ ഏകദേശം 7 വർഷം നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പല പരീക്ഷകൾക്കും ആവർത്തിച്ച് കണ്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഗാന്ധിയെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ജോൺ റസ്കിൻ എഴുതിയ അൺടു ദ ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഗാന്ധി വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എഡ്യൂക്കേഷൻ ഫോർ ലൈഫ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഗാന്ധിജിയുടെ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന നിർവചനം നമുക്കെല്ലാം ഓർമ്മയുണ്ട്. കുട്ടികളുടെയും മുതിർന്നവരുടെയും ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഉത്തമാംശങ്ങളുടെ സമ്പൂർണ്ണ പ്രകാശനമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന മഹനീയമായ കാഴ്ചപ്പാടാണ് ഗാന്ധിജി മുന്നോട്ട് വെച്ചത്. നമ്മുടെ ഇന്ത്യക്കാരനായ മറ്റൊരു വിശ്വോത്തര വിദ്യാഭ്യാസ ചിന്തകനാണ് രവീന്ദ്രനാഥ ടാഗോർ. വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികളെ വിശ്വ പൗരന്മാരാക്കി വാർത്തെടുക്കണം എന്ന കാഴ്ചപ്പാടാണ് ടാഗോർ മുന്നോട്ട് വെച്ചത്. നിലവിലുള്ള വിദ്യാലയങ്ങളെ തടവറകളായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അദ്ദേഹം പറയുന്നു, എരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ദീപത്തിനെ മറ്റൊരു ദീപം തെളിയിക്കാനാവും. എത്ര അർത്ഥവത്തായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. തന്റെ ആശയങ്ങൾ നടപ്പിലാക്കാൻ 901 ശാന്തി നികേതൻ ആരംഭിച്ചു. 921 ആയപ്പോഴേക്കും ശാന്തി നികേതൻ വിശ്വഭാരതിയായിട്ട് മാറുകയാണ്. ഒരുപാട് സംഭാവനകൾ. നമുക്ക് സമയക്കുറവ് മൂലം ടാഗോറിനെ കുറിച്ച് പറയാൻ സമയക്കുറവ് മൂലം കഴിയില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഭാഗമാണ് ടാഗോർ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു ചിന്തകൻ ഇവാൻ ഇലീച്ച് ആണ്. ഓസ്ട്രേലിയക്കാരനായ ഇലീച്ച്, അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ഡി സ്കൂളിംഗ് സൊസൈറ്റി എന്നാണ്. പരീക്ഷയ്ക്ക് പലതവണ ഇത് ചോദിച്ചിട്ടുണ്ട്. പല പരീക്ഷകൾക്ക് ചോദിച്ച ചോദ്യമാണ് ഡി സ്കൂളിംഗ് സൊസൈറ്റി. ഇവിടെ അദ്ദേഹം പറയുന്നത് വിദ്യാലയം ഒരു തടവറയാണ് എന്ന് ടാഗോർ പറഞ്ഞു വെച്ചെങ്കിൽ ആ തടവറയാകുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികളെ മോചിപ്പിക്കണം എന്ന വിദ്യാലയ നിരാകരണം എന്ന് പറയുന്ന ആശയമാണ് ഇവാൻ ഇലീച്ച്
മുന്നോട്ട് വയ്ക്കുന്നത്. സ്കൂളുകൾ ഒഴിവാക്കി 4 തരത്തിലുള്ള നെറ്റ്വർക്കുകളിലൂടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് ഇലീച്ച് പറയുന്നത്. അതിലൊന്ന് വായനശാലകൾ, ലബോറട്ടറികൾ, മ്യൂസിയങ്ങൾ, വിനോദശാലകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിലൂടെ കുട്ടികൾക്ക് അറിവ് ലഭിക്കും. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് നൈപുണിയുടെ വിനിമയം ആണ്. മൂന്നാമത് അദ്ദേഹം പറയുന്നത് പീർ മാച്ചിങ്ങിന്റെ ഭാഗമായി കുട്ടികളിലേക്ക് അറിവെത്തുമെന്നുള്ളതാണ്. ഏറ്റവും അവസാനം പറയുന്നു ഒരു കുട്ടിക്ക് ലഭിക്കേണ്ട അറിവുകളുടെ ഒരു ഡയറക്ടറി തയ്യാറാക്കിക്കൊണ്ട് ആ ഡയറക്ടറി വഴിയും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും വിദ്യാഭ്യാസത്തിലെ സ്ഥാപനവൽക്കരണത്തെ നിരാകരിച്ച ചിന്തകനാണ് ഇവാൻ ഇലീച്ച്. മറ്റൊരു മഹനീയയായ വിദ്യാഭ്യാസ ചിന്തകയാണ് മറിയ മോണ്ടിസോറി. ഇറ്റലിയിലാണ് ജനിച്ചത്. കാസഡൈ ബാംബിനി എന്ന് പറയുന്ന ഇറ്റാലിയൻ പദത്തിലൂടെ കുട്ടികളുടെ വീട് എന്ന ആശയമാണ് മോണ്ടിസോറി മുന്നോട്ട് വയ്ക്കുന്നത്. അതിനുവേണ്ടി അവർ ഒരു പഠനോപകരണം തന്നെ വികസിപ്പിച്ചെടുത്ത് ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് ഡിഡാക്റ്റിക് അപ്പാരറ്റസ്. ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ ഡിഡാക്റ്റിക് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഉപകരണം വികസിപ്പിച്ച ചിന്തകയാണ്. അതുപോലെ വിദ്യാഭ്യാസം സ്വച്ഛതയുള്ള ഒന്നാകണം എന്ന ആശയം അവർ മുന്നോട്ട് വയ്ക്കാൻ നോർമലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആശയം. ഒരുപാട് പുസ്തകങ്ങളും ഇവർ രചിക്കുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദ ചിൽഡ്രൻസ് ആർ ഡിഫറൻറ്റ്. മറ്റൊരു പുസ്തകമാണ് ദ ഡിസ്കവറി ഓഫ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകം. മറ്റൊരു പ്രധാനി പിയാഷെയാണ്, ജീൻ പിയാഷെ. കൺസ്ട്രക്റ്റീവിസത്തിന്റെ വക്താവായിട്ടാണ് പിയാഷെ അറിയപ്പെടുന്നത്. സ്വിറ്റ്സർലൻഡുകാരനായ ചിന്തകനാണ് പിയാഷെ. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് തന്നെ വളരെ പ്രധാനമാണ്. എനിക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഉള്ള വിശാലമായ കാഴ്ചപ്പാട് അവതരിപ്പിച്ച ചിന്തകനായിട്ടാണ് പിയാഷെ അറിയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു, പഠനം എന്നത് കുട്ടികൾ ചുറ്റുപാടുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അനുരൂപീകരണ പ്രക്രിയയാണ്. ഒരു തരത്തിലുള്ള അഡാപ്റ്റേഷൻ ടെക്നോളജിയാണ് വിദ്യാഭ്യാസം എന്നാണ് പിയാഷെ പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഓരോ പ്രശ്നവും പഠിതാവിന്റെ മനസ്സിൽ ഒരസന്തുലിതാവസ്ഥ സൃഷ്ടിക്കും. ഓരോ അറിവും ഓരോ വിജ്ഞാനാംശമാണ്. ആ വിജ്ഞാനാംശത്തെ അദ്ദേഹം സ്കീമ എന്നാണ് വിളിച്ചത്. ഇത് പരീക്ഷയ്ക്ക് പലപ്പോഴും ഉള്ള മേഖലയായതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് സ്കീമ ഇൻ എഡ്യൂക്കേഷൻ. അങ്ങനെ അനവധി അറിവുകൾ ചേരുമ്പോഴാണ് അത് ഒരു വിജ്ഞാന ഘടനയായിട്ട് മാറുന്നത്. അതിന് അദ്ദേഹം വിളിക്കുന്ന പേര് സ്കീംസ് എന്നാണ്. ഇപ്പൊ സ്കീമയും സ്കീംസും വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന ചിന്തകനാണ് പിയാഷെ. അറിവിന്റെ വികാസ തത്വങ്ങളുടെ വക്താവായി പിയാഷെയെ പരിഗണിക്കുന്നു. 4 ഘട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. നിങ്ങൾ വളരെ വിശദമായി ഫോക്കസ് ചെയ്യേണ്ട ഒരു മേഖലയാണ് പിയാഷെയുടെ അറിവിന്റെ വികാസഘട്ടങ്ങൾ. പേര് മാത്രം ഞാൻ സൂചിപ്പിച്ചു പോകാം. ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് വ്യാപാരഘട്ടം, രൂപാത്മക വ്യാപാരഘട്ടം, ഔപചാരിക മനോവ്യാപാരഘട്ടം. ഈ ഓരോ ഘട്ടങ്ങളിലെയും വിദ്യാഭ്യാസ പ്രക്രിയകളും ആ പ്രക്രിയകളിലെ സ്റ്റേജുകൾ, ഏജ് അടക്കമുള്ള സ്റ്റേജുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ ഘട്ടങ്ങളിലും നടക്കുന്ന വിദ്യാഭ്യാസപരമായിട്ടുള്ള കുട്ടി നേടുന്ന അറിവുകൾ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റഷ്യക്കാരനായ വിദ്യാഭ്യാസ ചിന്തകനാണ് വൈഗോട്സ്കി. നിർഭാഗ്യമെന്ന് പറയട്ടെ, 37ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുകയുണ്ടായി.
ആ 37 വയസ്സിനുള്ളിൽ അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകിയ പുരോഗമനപരമായ ചിന്തകൾ എല്ലാ കാലത്തും സ്മരിക്കപ്പെടും. അദ്ദേഹത്തിന്റെ കൃതികളിൽ ഏറ്റവും പ്രധാന കൃതിയായി പരിഗണിക്കപ്പെടുന്നത് പെഡഗോജിക്കൽ സൈക്കോളജി എന്ന് പറയുന്ന പുസ്തകമാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും സംഭാവന നൽകിയ മേഖല സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്ന മേഖലയാണ്. കുട്ടിക്ക് 2 തരം മാനസിക ധർമ്മങ്ങൾ നിർവഹിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. ആദ്യത്തെ മാനസിക ധർമ്മത്തെ ലോവർ മെന്റൽ ഫങ്ഷൻസ് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, താഴ്ന്ന മാനസിക ധർമ്മങ്ങൾ. രണ്ടാമത്തെ ധർമ്മങ്ങളെ HMS എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു, ഹയർ മെന്റൽ ഫങ്ഷൻസ്, ഉയർന്ന മാനസിക ധർമ്മങ്ങൾ. ഇദ്ദേഹത്തിന്റെമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യം സോണൽ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ആശയമാണ്. വികസനത്തിന്റെ സമീപസ്ഥ മണ്ഡലം എന്ന് പറയുന്ന ആശയം. ഓരോ കുട്ടിക്കും കുട്ടി എത്തി നിൽക്കുന്ന കറന്റ് ലെവൽ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി കുട്ടിക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പൊട്ടൻഷ്യൽ ലെവൽ. ഇപ്പോൾ കറന്റ് ലെവൽ, പൊട്ടൻഷ്യൽ ലെവൽ, ZPD തുടങ്ങിയ ആശയങ്ങൾ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവന്ന ചിന്തകനായിട്ടാണ് വൈഗോഡ്സ്കി അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികൾ പിന്നീട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ സമ്പൂർണ്ണ കൃതികൾക്ക് ആമുഖമെഴുതിയ വിദ്യാഭ്യാസ ചിന്തകനാണ് അമേരിക്കക്കാരനായ ജെറോം എസ് ബ്രൂണർ. ലോകം കണ്ട മറ്റൊരു പ്രസിദ്ധനായ ചിന്തകനായ ബ്രൂണർ എങ്ങനെ പഠിക്കാം എന്ന് പഠിപ്പിക്കലാണ് പഠനം എന്ന് പറഞ്ഞു വെക്കുന്നു. എങ്ങനെ പഠിക്കാം എന്ന് പഠിപ്പിക്കലാണ് പഠനം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ബ്രൂണർ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യ ഭാഗം ഇതാണ്. നമ്മൾ പറയാറുള്ള സ്പൈറൽ അറേഞ്ച്മെന്റ് ഓഫ് കരിക്കുലം, സർപ്പിള രീതി എന്ന് പറയുന്ന ആശയം ഇദ്ദേഹം മുന്നോട്ട് വെച്ചതാണ്. സ്പൈറൽ കരിക്കുലം വളരെ പ്രധാനപ്പെട്ട ഒരു കരിക്കുലം സ്ട്രാറ്റജിയാണ്. അദ്ദേഹം പറയുന്നു, ബുദ്ധിവികാസത്തിന്റെ സുവർണ താക്കോലാണ് ഭാഷ എന്ന് പറയുന്നത്. ഭാഷയ്ക്കാണ് അദ്ദേഹം വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട ആശയം മുന്നോട്ട് വയ്ക്കുന്നത് സ്കാനിംഗ് ഇൻ എഡ്യൂക്കേഷൻ എന്ന ആശയമാണ്. പലതരത്തിലുള്ള സ്കാനിങ്ങുകളെ കുറിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ ഈ ആശയം പറയുന്നത്, നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കുമ്പോൾ സ്കാനിംഗ് എന്ന് പറയുന്നത് ആര് മുന്നോട്ട് വെച്ചതാണെന്ന് ചോദിക്കുമ്പോൾ ഉടനെ നിങ്ങളുടെ മനസ്സിലേക്ക് ബ്രൂണർ എന്ന് പറയുന്ന ചിന്തകന്റെ പേരെത്താനാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം എഴുതി ഈ ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ദ കൾച്ചർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുസ്തകം. വിമർശനാത്മക ബോധനശാസ്ത്രത്തിന്റെ പിതാവായി അറിയപ്പെടുന്ന ചിന്തകനാണ് പൗലോ ഫ്രയർ. ബ്രസീലുകാരനായ വിദ്യാഭ്യാസ ചിന്തകനാണ് പൗലോ ഫ്രയർ. വിദ്യാഭ്യാസത്തെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണുകയാണ് അദ്ദേഹം. അതിലൂടെ മാത്രമേ രാഷ്ട്രത്തിന്റെ മോചനം സാധ്യമാകൂ എന്ന് വിശ്വസിച്ച ചിന്തകനാണ് പൗലോ ഫ്രയർ. നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അദ്ദേഹം അതിനിശിതമായി വിമർശിക്കുകയാണ്. നിലവിലുള്ള വിദ്യാഭ്യാസത്തെ ബാങ്കിംഗ് എഡ്യൂക്കേഷൻ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിൽ അതിന് ഇണക്കി വളർത്തൽ വിദ്യാഭ്യാസം എന്ന് പറയും. ഇതിനു പകരം വിമോചനാത്മകമായ വിദ്യാഭ്യാസമാണ് ആരംഭിക്കേണ്ടത് എന്ന കാഴ്ചപ്പാടാണ് പൗലോ ഫ്രയർ മുന്നോട്ട് വയ്ക്കുന്നത്.
ഒരുപാട് തവണ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. അതിലൊന്നാണ് ദ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ദ പെഡഗോജി ഓഫ് ദ ഒപ്രസ്ഡ്. ഈ പുസ്തകങ്ങളിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യവംശത്തിന്റെ വിമോചനത്തിനും മനുഷ്യവംശത്തിന്റെ സ്വാതന്ത്ര്യത്തിനും വേണ്ടിയുള്ള ഒരു സാംസ്കാരിക പ്രവർത്തനമാണ് വിദ്യാഭ്യാസം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൾച്ചറൽ ടൂൾസ് എങ്ങനെ വിദ്യാഭ്യാസത്തിൽ സമർത്ഥമായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞു വെച്ച ചിന്തകനാണ് ബ്രൂണർ. മറ്റൊരു പ്രധാനി ഗാർഡ്നറാണ്. എഡ്വേർഡ് ഏൾ ഗാർഡ്നർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ജർമ്മനിക്കാരനാണ്. പലതവണ PSC ചോദ്യപേപ്പറുകളിൽ ഇടം കണ്ട ചിന്തകനാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ പുസ്തകം 1999 എഴുതിയ ഇന്റലിജൻസ് റീഫ്രെയിംഡ് എന്ന് പറയുന്ന പുസ്തകമാണ്. നമ്മുടെ ബുദ്ധിയെ അദ്ദേഹം ഒന്ന് പുനരാവിഷ്കരിക്കുകയാണ്. ഇദ്ദേഹത്തെയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത്. ബഹുമുഖ ബുദ്ധിയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിന്തകനാണ് ഗാർഡ്നർ. അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെ 9 ബുദ്ധിമേഖലകളെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നു. പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് ഗാർഡ്നർ മുന്നോട്ട് വെച്ച 9 ബുദ്ധിമേഖലകൾ. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും വലിയ പ്രോജക്റ്റ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിന്റെ പേര് സീറോ പ്രോജക്റ്റ് എന്നാണ്. സീറോ പ്രോജക്റ്റ്. അതുപോലെ മറ്റൊരു ചിന്തകനാണ് ആൽഫ്രഡ് ബിനെ. നിങ്ങൾക്ക് വളരെ പരിചിതമായ ഒരു പേരാണ് ബിനെയുടെ പേര്. അദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്നത്. IQ എങ്ങനെയാണ് കണക്കാക്കുക അല്ലെ? ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്ന ആശയം മെന്റൽ ഏജിനെ ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും 100 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയും ചെയ്ത് IQ കണക്കാക്കുന്ന രീതി, ആ രീതിശാസ്ത്രം ലോകത്തെ പരിചയപ്പെടുത്തിയ വിദ്യാഭ്യാസ ചിന്തകനാണ് ആൽഫ്രഡ് ബിനെ. ഇവിടെ മറ്റൊരാളുടെ പേര് കൂടി നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് നന്നാകും. അയാളാണ് ഡാനിയൽ ഗോൾഡ്മാൻ. ഡാനിയൽ ഗോൾഡ്മാൻ ആണ് EQ എന്ന് പറയുന്ന ആശയം, ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഇപ്പൊ നമ്മൾ പുരോഗമന വിദ്യാഭ്യാസ ചിന്തകന്മാരുടെ കാര്യങ്ങളാണ് പരിശോധിച്ച് കഴിഞ്ഞിട്ടുള്ളത്. നമ്മൾ തുടങ്ങിയത് പഴയകാല വിദ്യാഭ്യാസ ചിന്തകന്മാരിൽ നിന്ന്, ചേഷ്ടാവാദം ബിഹേവിയറിസം മുന്നോട്ട് വെച്ച ചിന്തകന്മാരിൽ നിന്ന്, പുരോഗമനപരമായ വിദ്യാഭ്യാസ ചിന്തകൾ ഈ മേഖലയിൽ വളർത്തിക്കൊണ്ടുവന്ന ആളുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. ഇതൊരു ബ്രഷപ്പ് സെഷൻ ആണ് എന്നുള്ളത് കൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംവദിക്കുകയാണ്. അടുത്ത ഭാഗത്തേക്ക് പ്രവേശിക്കാം. നമുക്കിനി ചില വിദ്യാഭ്യാസ ഏജൻസികളെ പരിചയപ്പെടാം. അതിലേറ്റവും പ്രധാനം ഐക്യരാഷ്ട്ര സംഘടനയുടെ വിദ്യാഭ്യാസ ഏജൻസിയായ യുനെസ്കോ ആണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹം എന്നതാണ് യുനെസ്കോയുടെ വിദ്യാഭ്യാസ ആശയം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസത്തിൽ 4 പില്ലറുകൾ ഉണ്ടാകും എന്നാണ് യുനെസ്കോ വിചക്ഷണം ചെയ്യുന്നത്. അതിലൊന്ന് ലേണിംഗ് ടു ലിവ് ടുഗദർ, ഒന്നിച്ചു ജീവിക്കാൻ പഠിക്കുക. രണ്ടാമത്തേത് ലേണിംഗ് ടു നോ, അറിയാൻ പഠിക്കുക. മൂന്നാമത്തേത് ലേണിംഗ് ടു ഡു, പ്രവർത്തിക്കാൻ പഠിക്കുക. നാലാമത്തെ വിദ്യാഭ്യാസത്തിലെ തൂണായി യുനെസ്കോ വിശേഷിപ്പിക്കപ്പെടുന്നത് ലിവിംഗ് ടു ബി,
സ്വത്വം തിരിച്ചറിയുക. ഈ 4 വിദ്യാഭ്യാസത്തിന്റെ തൂണുകളിൽ യുനെസ്കോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന തൂൺ എന്ന് പറയുന്നത്, ആശയം എന്ന് പറയുന്നത് ലേണിംഗ് ടു ലിവ് ടുഗദർ എന്ന് പറയുന്ന ആശയമാണ്. ഒന്നിച്ചു ജീവിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ആശയം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിട്ടുള്ള ചില നിയമങ്ങൾ പരീക്ഷാ പേപ്പറുകളിൽ ഇടം തേടിയിട്ടുണ്ട്. അതിലൊന്ന് PWD ആക്ട് ആണ്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. 1995 PWD ആക്ട് നിലവിൽ വരുന്നത്. പൈഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പ്രോജക്റ്റ് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ദ ഡിസേബിൾഡ് എന്നാണ് ഈ പ്രോജക്റ്റ് അറിയപ്പെടുന്നത്. ഇത് നിലവിൽ വന്നത് 1987 വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നാം ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുന്നത്. ആർട്ടിക്കിൾ 21A പ്രകാരമാണ് ഈ വകുപ്പ് രൂപം കൊള്ളുന്നത്. 2010 ഏപ്രിൽ 1 മുതലാണ് ഈ നിയമത്തിന് പ്രാബല്യമുണ്ടാകുന്നത്. 2009 ഓഗസ്റ്റിലാണ് ഇത് പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. ഈ നിയമപ്രകാരം 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്നാണ് പറയുന്നത്. അതോടൊപ്പം വിദ്യാഭ്യാസത്തിൽ അവസര സമത്വം, സാമൂഹ്യ നീതി, ഗുണനിലവാരം എന്നിവ മുന്നോട്ട് വയ്ക്കുന്ന ഈ 3 ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ഭരണഘടനാപരമായ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടന്ന ചില വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ചുള്ള പരിശോധനയും ആവശ്യമാണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് ആദ്യമായി 1 ലക്ഷം രൂപ നീക്കിവെച്ചത് 1813 ചാർട്ടർ നിയമപ്രകാരമാണ്. പല പരീക്ഷാ പേപ്പറുകളിലും ഈ ചാർട്ടർ നിയമത്തിന്റെ വർഷം പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ മെക്കോളയുടെ മിനുട്സ്, ഇന്ത്യക്കാരന് കൊടുക്കേണ്ട വിദ്യാഭ്യാസം പാശ്ചാത്യ വിദ്യാഭ്യാസമാണോ പരമ്പരാഗത വിദ്യാഭ്യാസമാണോ എന്നത് പരിശോധിക്കാൻ ബ്രിട്ടീഷ് കാലത്ത് നിയമിക്കപ്പെട്ട കമ്മീഷൻ, മെക്കോളെ കമ്മീഷൻ, അവരുടെ മിനുട്സ് ആണ് മെക്കോളെ മിനുട്സ് എന്നറിയപ്പെടുന്നത്. 1835 ഈ മിനുട്സ് വരുന്നത്. ഈ മിനുട്സ് പ്രകാരമാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി, ചോർപ്പ സിദ്ധാന്തം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരുന്നത്. പിന്നീട് 1854 വുഡ്സ് ഡെസ്പാച്ച്, ആ വുഡ്സ് ഡെസ്പാച്ച് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിലെ മാഗ്ന കാർട്ട എന്ന് വിളിക്കുന്നത്. ആ കമ്മീഷന്റെ ശുപാർശയെ തുടർന്നാണ് ഇന്ത്യ രാജ്യത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് രൂപം കൊള്ളുന്നത്. ബോംബെ, കൽക്കത്ത, മദ്രാസ് എന്നിവിടങ്ങളിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിതമാകുന്നത് എല്ലാം ഈ വുഡ്സ് ഡെസ്പാച്ചിലെ ശുപാർശകളെ തുടർന്നാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് രൂപം കൊണ്ട മറ്റൊരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. 1882 ഹണ്ടർ കമ്മീഷൻ. ഈ കമ്മീഷനെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നും വിളിക്കുന്നുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പഠിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇതുകൂടി ഒന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. അതുപോലെ മറ്റൊരു ബ്രിട്ടീഷ് കമ്മീഷനാണ് 1902 റാലി കമ്മീഷൻ. ഈ കമ്മീഷനാണ്
ഇന്ത്യൻ യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. 1917 സാഡ്ലർ കമ്മീഷൻ, 1929 ഹർട്ടോഗ് കമ്മിറ്റി, 1937 അബട്ട്വുഡ് കമ്മിറ്റി, 1944 സാർജന്റ് കമ്മിറ്റി എന്നിവയും ബ്രിട്ടീഷ് കാലത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ കമ്മിറ്റികളും അവരുടെ ശുപാർശകളും ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരുപാട് കമ്മീഷനുകൾ രൂപം കൊള്ളുകയുണ്ടായി. ആ കമ്മീഷനുകളിൽ ആദ്യത്തേത് സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിലാണ് ഈ കമ്മീഷൻ വരുന്നത്. അതുകൊണ്ട് രാധാകൃഷ്ണൻ കമ്മീഷൻ എന്നും ഇതിനെ വിളിക്കപ്പെടുന്നു. 48-49 കാലത്താണ്. ഈ കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് UGCയുടെ ഫോർമേഷനാണ്. 1953 UGC രൂപം കൊള്ളുന്നത്. മറ്റൊരു കമ്മീഷൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനാണ്. ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ എന്നും ഇതറിയപ്പെടുന്നു. 1952-53 കാലഘട്ടത്തിൽ സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ഊന്നിയ കമ്മീഷനാണിത്. അതിനുശേഷമാണ് ഇന്ത്യൻ വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് വിളിക്കപ്പെടുന്ന 1964-66 കാലഘട്ടത്തിലെ കോത്താരി കമ്മീഷൻ വരുന്നത്. ഒരുപാട് നല്ല ശുപാർശകൾ മുന്നോട്ട് വെച്ച കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ. ഇന്ന് പ്രചാരത്തിലുള്ള 10+2+3 പാറ്റേൺ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ കമ്മീഷനാണ്. ഈ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം ഉണ്ടാക്കുന്നത്. പിന്നീട് 1986 ആയപ്പോഴേക്കും പുതിയ വിദ്യാഭ്യാസ നയം വരികയാണ്, ദേശീയ വിദ്യാഭ്യാസ നയം. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശകൾ പല വട്ടം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്ന പദ്ധതി, SCERTയുടെ രൂപീകരണം, ഡയറ്റ് രൂപീകരണം, നവോദയ വിദ്യാലയങ്ങളുടെ രൂപീകരണം, അതെല്ലാം ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനുശേഷം 1990 രാമമൂർത്തി കമ്മീഷൻ, 1992 ജനാർദ്ദനൻ കമ്മിറ്റി, 1993 യശ്പാൽ കമ്മിറ്റി, ഇതൊക്കെ തന്നെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുണ്ടായ കമ്മീഷനുകളാണ്. ഇക്കൂട്ടത്തിൽ ഇപ്പോ ഇറങ്ങിയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനെ കുറിച്ചും നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. 2020 ദേശീയ വിദ്യാഭ്യാസ നയം. 2020 ഇന്ത്യൻ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ അവതരിപ്പിക്കപ്പെട്ട ദേശീയ വിദ്യാഭ്യാസ നിയമം ഇന്ത്യയുടെ കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രി രമേശ് പൊഖ്രിയാലാണ് അവതരിപ്പിച്ചത്. ഈ നിയമം 66 പേജുകളിലായി, ആമുഖമടക്കം 66 പേജുകളിലായിട്ടാണ് ഈ നയത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 27 അധ്യായങ്ങളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. 4 ഭാഗങ്ങളായി നമുക്ക് അവയെ തിരിക്കാം. ഒന്നാമത്തെ ഭാഗം സ്കൂൾ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിലാണ് സ്കൂൾ വിദ്യാഭ്യാസം പ്രതിപാദിക്കുന്നത്. 9 മുതൽ 19 വരെയുള്ള ഭാഗം ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പരാമർശിക്കുന്നു. 20 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ പ്രൊഫഷണൽ എഡ്യൂക്കേഷനെ കുറിച്ചും അഡൾട്ട് എഡ്യൂക്കേഷനെ കുറിച്ചും പരാമർശിക്കുന്നതാണ്. 25 മുതൽ
27 വരെയുള്ള അധ്യായങ്ങളിൽ വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ, അതിന്റെ നടത്തിപ്പ് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഇതോടൊപ്പം ചോദിക്കാറുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ പല സ്ഥാപനങ്ങളും രൂപം കൊണ്ട വർഷം ചോദിക്കാറുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾ 1962 ഇന്ത്യ രാജ്യത്ത് ആരംഭിക്കുന്നത്. നവോദയ വിദ്യാലയങ്ങൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി 1986 ആരംഭിക്കുന്നത്. ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത് 1982 ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആന്ധ്ര യൂണിവേഴ്സിറ്റിയാണ്. പിന്നീട് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോ രൂപം കൊണ്ടത് 1985 ഇന്ത്യയിലെ വിദ്യാഭ്യാസ ചാനലാണ് ഗ്യാൻ ദർശൻ. നമ്മുടെ വിക്ടേഴ്സിനെ പോലുള്ള ചാനൽ ഗ്യാൻ ദർശൻ 2001 ഇത് രൂപം കൊള്ളുന്നത്. DPEP 1994 ആരംഭിച്ചത്. കേരളത്തിൽ DPEP ആരംഭിച്ചത് 1995 ആദ്യമായി DPEP ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശിലാണ്. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വരുന്നത് 1988 അതുപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് എഡ്യൂസാറ്റ്. 2004 സെപ്റ്റംബർ മാസം 20 വിക്ഷേപിക്കപ്പെടുന്നത്. SSA 2001 ആരംഭിക്കുന്നത്. RMSA 2009 ആരംഭിക്കുന്നത്. NCERT 1961 ആരംഭിക്കുന്നത്. SCERT 1994 ആരംഭിക്കുന്നത്. ഡയറ്റുകൾ 1986 ആരംഭിക്കുന്നത്. ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ചില വർഷങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സമ്പൂർണ്ണ സാക്ഷരത കേരളം നേടിയത് 1991 വിദ്യാഭ്യാസത്തിലെ കേരളത്തിലെ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന KER 1959 നിലവിൽ വരുന്നത്. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വർഷം 1979 ഈ 79 കുട്ടികളുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് അറിയപ്പെടുന്നത്. 1979 കുട്ടികളുടെ അന്താരാഷ്ട്ര വർഷമായിട്ട് അറിയപ്പെടുന്നു. അപ്പൊ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ സെഷൻ ഉപയോഗപ്പെടുത്തിയത്. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ഭാഗങ്ങളെ പരിചയപ്പെടുത്താൻ മാത്രമാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ഈ മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ്. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ശരിയുടെ പക്ഷത്ത് നിൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രത്യാശിക്കുന്നു. ഒരധ്യാപകൻ യഥാർത്ഥത്തിൽ ഒരു ഉദ്യാന പാലകന്റെ ചുമതലയിലേക്കാണ് മാറേണ്ടത്. തന്റെ പൂന്തോട്ടത്തിലുള്ള നല്ല പൂക്കളെ മാത്രമല്ല, നല്ല ചെടികളെ മാത്രമല്ല, പുഴുക്കുത്തേറ്റ പൂക്കളെയും ചെടികളെയും സംരക്ഷിക്കാനും അവനെ നന്നാക്കി വളർത്തിയെടുക്കാനുമുള്ള
ഉത്തരവാദിത്വവും ഒരധ്യാപകന് ഉണ്ട്. ആ കടമ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ആശിക്കുകയാണ്. അതോടൊപ്പം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ കുട്ടികളുടെ കണ്ണിലൂടെ കാണാനും അവന്റെ കാതിലൂടെ കേൾക്കാനും അവന്റെ മനസ്സിലൂടെ ചിന്തിക്കാനും കഴിയുന്നവനാണ് നല്ല അധ്യാപകൻ എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്ന് അവസാനിപ്പിക്കുന്നു.